ഈ 2024 വരുമ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമാകുവാണ്. 2004, അതായത് ഞാൻ 9th പഠിക്കുമ്പോൾ 2 3kg ഡംബലിൽ തുടങ്ങിയ പരിപാടിയാണിത്. എൻ്റെ ആദ്യത്തെ ഒരു 10 years I thought protein powder is steroid. Then during the time of 2013, 2014, I did some study on protein and understood the role of protein in muscle development, and finally started using it from 2015. എത്ര സേഫ് ആണെന്ന് പറഞ്ഞാലും അത് യൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. ആ പേടി മാറിക്കിട്ടിയതും പ്രോട്ടീൻ്റെ ശരിക്കുമുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതും എൻ്റെ ആൻറ്റിക്ക് ക്യാൻസർ വന്നപ്പോഴാണ്. കാരണം കീമോതെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഹെൽത്തി സെൽസ് മിക്കതും ഡെഡ് ആവും. കഴിക്കുന്ന ഫുഡ് ബോഡിയിൽ പിടിക്കാതെ വരും, മസിൽ ലോസ് ഉണ്ടാകും, ഭയങ്കരമായിട്ട് ലീനായി പോകും. അതുണ്ടാകാതിരിക്കാൻ അന്ന് ആൻറ്റിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ കമ്പൽസറി ആയിട്ട് പറഞ്ഞ കാര്യമാണ് എത്രയും വേഗം പ്രോട്ടീൻ കഴിച്ചു തുടങ്ങണം. നോർമൽ പ്രോട്ടീൻ അല്ല, ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന നല്ല ഒന്നാന്തരം ഗോൾഡ് സ്റ്റാൻഡേർഡ് റോ വേ പ്രോട്ടീൻ. സംഭവം ഞാൻ എടുത്തു കൊടുത്തു. വിതിൻ മന്ത്സ് തകർന്നു പോയ സകല ബോഡിയിലെ സെൽസിനെ റിവൈവ് ചെയ്തെടുത്തു. യും സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത മെയിൻ കാര്യങ്ങളിൽ ഒരെണ്ണം ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ന്യൂട്രീഷനാണ്. അങ്ങനെ പ്രോട്ടീൻ പൗഡേഴ്സിനോടുള്ള പേടി ഫുൾ മാറിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രോട്ടീൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാരണം റീസെൻറ്റ് സ്റ്റഡീസ് അനുസരിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന കുറേ പുതിയ ബ്രാൻഡുകളുണ്ട്, അതായത് ഇൻഫ്ലുവൻസർ ലെഡ് ബ്രാൻഡ്സ്. അങ്ങനത്തെ പ്രോട്ടീനുകളിൽ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, അർസെനിക്, മെർക്കുറി ഒക്കെ ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. അതുമാത്രമല്ല BPA സബ്സ്റ്റൻസ്, ദി കൈൻഡ് ഓഫ് കോമ്പൗണ്ട് വിച്ച് യൂസ് ടു മേക്ക് പ്ലാസ്റ്റിക്സ്, ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ദിസ് പ്രോട്ടീൻ പൗഡർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കിഡ്നി അടിച്ചു പോകാൻ നല്ല ചാൻസ് ഉള്ളൊരു കാര്യമാണ്. സോ ഈസ് പ്രോട്ടീൻ പൗഡർ സേഫ്? ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ ദി ബ്രാൻഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ദാറ്റ് യു ആർ കൺസ്യൂമിങ്. ഉറപ്പുണ്ടെങ്കിൽ മാത്രം ന്യൂബി ബ്രാൻഡ്സ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ബാൻ സബ്സ്റ്റൻസ് ഇല്ലാത്ത BPA ഫ്രീ ആയിട്ടുള്ള നല്ല പ്രീമിയം പ്രോട്ടീൻ മാത്രം കഴിക്കുക. മാക്സിമം 1 scoop. അതിൽ കൂടുതൽ പ്രൊഫഷണൽ അല്ലാത്തവർ കഴിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ വ്യൂസ്, ദാറ്റ്സ് ഓൾ.